പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആലോചിക്കേണ്ടുന്ന, അതീവ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു നമ്മെ ഉണർത്തുന്നുണ്ട്, ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവം നിറഞ്ഞ ഒരു വിഷയം, നമ്മളിപ്പോൾ ജീവിക്കുന്ന ജീവിതം, എന്റെ പെരുമാറ്റം, എന്റെ സ്വഭാവം, അഥവാ നമ്മുടെ ഓരോരുത്തരുടെയും പെരുമാറ്റവും സ്വഭാവവും അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നതാണോ അല്ലയോ എന്ന് ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. ഇത് വ്യക്തിപരമാണ്. എന്റെ ഉപ്പയെ സംബന്ധിച്ച്, എന്റെ ഉമ്മയെ സംബന്ധിച്ച്, എന്റെ ഇണയെ സംബന്ധിച്ച്, എന്റെ മക്കളെ സംബന്ധിച്ച് ഒന്നുമല്ല ഇവിടെ ചർച്ച. ഇത് അവനവനെ സംബന്ധിച്ചാണ്. എന്റെ നഫ്സിനെ ഞാനൊന്ന് ആത്മപരിശോധന നടത്തേണ്ടുന്ന അതീവ ഗൗരവം നിറഞ്ഞ ഒരു വിഷയത്തെ സൂചിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ ഈമാനുള്ള ആളുകളെ, വിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. അല്ലാഹു വിശ്വാസികളെ വിളിച്ചുകൊണ്ട് ആദ്യമേ തന്നെ സൂചിപ്പിക്കുന്നത് ഖൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെ രക്ഷപ്പെടുത്തണം. എന്നിട്ടാണ് റബ്ബ് രണ്ടാമത് പറയുന്നത് വഅഹ്ലീകും, നിങ്ങളുടെ കുടുംബത്തെയും എന്നത്. അപ്പോൾ ആദ്യത്തെ റബ്ബിന്റെ പ്രയോറിറ്റി, റബ്ബ് സുബ്ഹാനഹു വ തആല ആദ്യം മുൻതൂക്കം കൊടുത്തത് അവനവന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളും നമ്മളെന്ന വ്യക്തിയെ, നമ്മളെന്ന സ്വത്വത്തെ ഒന്നൊന്ന് പരിശോധിക്കണം, ഒന്ന് വിചിന്തനം ചെയ്യണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അത് സൂചിപ്പിക്കാറുള്ളത്. കാരണം നമ്മളെന്ന വ്യക്തി അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ജീവിതം കൊണ്ട് എത്തിച്ചേരാൻ മാത്രമുള്ള നന്മയും കൊണ്ടാണോ നമ്മൾ നിലകൊള്ളുന്നത് എന്നത് ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ്. അതല്ല, അല്ലാഹുവിന്റെ മലായികത്തുകൾ നമ്മുടെ റൂഹ് പിടിക്കാൻ വേണ്ടി ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് വന്ന് നമ്മളിൽ നിന്ന് അഖ്രിജു അൻഫുസകും, നിന്റെ ശരീരത്തിൽ നിന്ന് റൂഹിനെ നീ പുറത്തെടുക്കണ എന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അല്ലാഹുവിന്റെ മുന്നിൽ എന്റെ കർമ്മങ്ങൾ കൊണ്ട് എനിക്ക് സ്വർഗം നേടാൻ കഴിയാത്തൊരവസ്ഥയിലേക്കാണ് ഞാനും നിങ്ങളും ഈ സാഹചര്യത്തിലെങ്കിൽ നമ്മളുടെ അവസ്ഥ വളരെ കഷ്ടമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അക്കാര്യം മനസ്സിലാക്കാൻ, അഥവാ റബ്ബിന്റെ അടിമ എന്ന നിലയിൽ, അള്ളാഹുവിന്റെ മനുഷ്യ സൃഷ്ടിപ്പിൽ റബ്ബിന്റെ സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് നമ്മുടെ പരലോക വിജയത്തിൽ എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അതൊക്കെയും പഠിപ്പിച്ചു തന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത്? ഒരു വിശ്വാസിയാണെങ്കിൽ അവൻ അവന്റെ മരണസമയത്ത്, അവന്റെ മരണത്തിന്റെ അവസ്ഥയിൽ ഉണ്ടായിരിക്കേണ്ടുന്ന അവന്റെ മനോഭാവം എന്താണ്? അതല്ലാത്തവർക്ക് ഉണ്ടാകുന്ന മനോഗതങ്ങൾ, പ്രയാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതിലെ പ്രവാചകൻ പറഞ്ഞു, അൽ മുഅ്മിൻ, അല്ലാഹുവിനെ വിശ്വസിക്കുന്ന ഒരടിമ മരണസമയത്ത് അവന്റെ പരലോകത്തിന്റെ വിഷയത്തിൽ ഭയപ്പാടില്ലാത്ത ഒരടിമ, അങ്ങനെയുള്ള ഒരു വിശ്വാസി ലാ യഖാഫുൽ മൗത വയഈശു മുസ്തഇദ്ദൻ ലഹു. പണ്ഡിതന്മാരും സ്വഹാബിമാരും അതിനെ എടുത്ത് ആവർത്തിച്ചു കൊടുക്കുന്നുണ്ട് അവരുടെ കിതാബുകളിൽ. പ്രവാചകന്റെ ഈ വാക്കുകൾ എന്താണ് പ്രവാചകൻ പറയുന്നത്? ലാ യഖാഫുൽ മൗത, അവന് മരണത്തെ സംബന്ധിച്ച് പേടി ഉണ്ടാവുകയില്ല, ഭയപ്പാടുണ്ടാവുകയില്ല. വയഈശു മുസ്തഇദ്ദൻ ലഹു, ആ മരണത്തെ ഏത് ഘട്ടത്തിൽ അവനിലേക്ക് വന്നാലും, ഏത് സാഹചര്യത്തിലാണെങ്കിലും അവനിലേക്ക് മരണത്തിന്റെ മലക്കുൽ മൗത്ത് അവനിലേക്ക് അവനെ റൂഹ് പിടിക്കാൻ വേണ്ടി വന്നാലും
മുസ്തഇദ്ദൻ, അതിനവൻ തയ്യാറാണ്. അവന് മറ്റൊന്നിനെ സംബന്ധിച്ചും ആലോചിക്കേണ്ടതില്ല, ഒന്നിനെ സംബന്ധിച്ചും ബേജാറാവേണ്ടതില്ല അവനിക്ക്. അങ്ങനെയുള്ളവനാണ് ഒരു മുഅ്മിൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വീണ്ടും പ്രവാചകൻ പറഞ്ഞു, വൽ കാഫിറു, എന്നാൽ ഒരു സത്യനിഷേധിയായവൻ യർതഇദ്ദു ഖൗഫൻ മിനൽ മൗതി ബിലാ ഇസ്തിഅദാദ്, അവൻ വല്ലാത്ത രീതിയിൽ ഭയപ്പാടുണ്ടാകും മരണത്തെ സംബന്ധിച്ച്. മാത്രമല്ല ബിലാ ഇസ്തിഅദാദിൻ, അതിനെ സംബന്ധിച്ചൊന്നും ഒരുങ്ങിയിട്ടുണ്ടാവില്ല. എന്റെ മരണം ഇപ്പോൾ സംഭവിക്കും എന്നതിനെ സംബന്ധിച്ച് ഒരു ചിന്തപ്പാടോടുണ്ടാവില്ല. ഈ രീതിയിലായിരിക്കും ഒരു കാഫിറിന്റെ മനോഭാവം എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ സൂചിപ്പിക്കുകയാണ്. ഇതാണ് മാനദണ്ഡം. അഥവാ എന്റെ ജീവിതം കൊണ്ട് എനിക്ക് സ്വർഗത്തിൽ എത്താൻ കഴിയുമാറുള്ള പ്രവർത്തനങ്ങൾ ഞാൻ നേടിയിട്ടുണ്ട് എങ്കിൽ അവന്റെ ആ ഒരു സാഹചര്യത്തിൽ ഒരു വിശ്വാസിക്ക് ഉണ്ടാകുന്ന മനോഗതം അല്ലെങ്കിൽ അവന്റെ ചിന്ത എന്തായിരിക്കും? അത് എന്റെ സമയമായി കഴിഞ്ഞാൽ, എന്റെ അവധി വന്നു കഴിഞ്ഞാൽ എനിക്കൊരു പേടിയുമില്ല. കാരണം ഞാൻ റെഡിയാണ് റബ്ബിലേക്ക് മടങ്ങാൻ, ഞാൻ തയ്യാറാണ് അല്ലാഹുവിലേക്ക് മടങ്ങാൻ. കാരണം എന്റെ പരലോകത്ത് എനിക്ക് സ്വർഗമുണ്ട് എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടെയായിരിക്കും അവൻ ജീവിക്കുക എന്നാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് സൂചിപ്പിക്കുന്നു. സഹോദരന്മാരെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ ഈ ജുമുഅ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് നമ്മൾ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് കുടുംബത്തോട് സംസാരിച്ച് ഒന്ന് കുറച്ചു നേരം ഒന്ന് കിടക്കാൻ വേണ്ടി ചെന്ന സമയത്ത് നമുക്കൊരു പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു, നമുക്കൊരു പ്രയാസം വന്നു. നമ്മുടെ ആരെങ്കിലും കൂടെയുള്ള ആരെങ്കിലും നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മളെ എത്രയും വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇത് ഞങ്ങളെ കൊണ്ട് കുട്ടികളെ കൂടുന്നതല്ലോ, ഇത് ഞങ്ങളെ കൊണ്ട് എത്രയും വേഗം അത് മാറ്റാൻ സാധിക്കില്ല, എത്രയും പെട്ടെന്ന് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം, ഏറ്റവും നല്ല ചികിത്സ കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകണം, ഇത്തിരി സീരിയസ് ആണ് കാര്യങ്ങൾ എന്നൊക്കെയും പറയുന്നത് നമ്മൾ കേട്ടു, നമ്മൾ അറിഞ്ഞു എന്ന് വിചാരിക്കുക. നമ്മുടെ അവസാനമാണ്, നമ്മുടെ അന്ത്യമാണ്. ഈ സംസാരങ്ങൾ കേൾക്കുന്ന നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും സഹോദരന്മാരെ? നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഏകദേശം അവസാനിക്കാറായി എന്ന രീതിയിലേക്ക് എത്തി നിൽക്കുമ്പോ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുമോ, അല്ലാഹുവേ, റബ്ബേ, ഈ സമയത്ത് എന്റെ മരണം എന്നിലേക്ക് വന്നാൽ എനിക്ക് പേടിയില്ല റഹ്മാനെ, എനിക്കൊരു ഭയപ്പാടുമില്ല റബ്ബേ, നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകും. എന്റെ കുടുംബത്തെ സംബന്ധിച്ചോ, എന്റെ മക്കളെ സംബന്ധിച്ചോ, എന്റെ ജംഗമ വസ്തുക്കളെ സംബന്ധിച്ചോ, എന്റെ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചോ എനിക്ക് ബേജാറില്ല. കാരണം ഞാൻ തയ്യാറാണ് നിന്റെ മരണത്തിലേക്ക് വരാൻ, ഞാൻ റെഡിയാണ് ആ സ്വർഗത്തിലേക്ക് കടക്കാൻ എന്ന ആ ഒരു ചിന്തയാണോ ആ ഒരു സമയത്ത് നമുക്ക് ഉണ്ടാവുക? അതല്ല ആത്മാർത്ഥമായി നമുക്ക് പറയാൻ കഴിയില്ലേ, അല്ലാഹുവേ, ഇപ്പൊ എന്നെ പിടിക്കല്ല റബ്ബേ, എനിക്ക് കുറെ നന്മകൾ ചെയ്യാനുണ്ട് റബ്ബേ, ചെയ്യാതെ പോയിട്ടുള്ള ഒരുപാട് നന്മകളുണ്ട് റബ്ബേ, നമസ്കാരം, നോമ്പ്, സകാത്ത്, അങ്ങനെ തുടങ്ങി ഒരുപാട് നന്മകൾ റബ്ബേ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് നാഥാ, ഇതൊക്കെയും എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്, കുറച്ച് സമയം എനിക്ക് തരണം റബ്ബേ എന്ന് പറഞ്ഞ് റബ്ബിനോട് കേടപേക്ഷിക്കേണ്ടുന്ന വരുന്ന സാഹചര്യമാണോ എനിക്കും നിങ്ങൾക്കും ആ സമയത്ത് ഉണ്ടാവുക എന്ന കാര്യം നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കുക. അതല്ല ഞാൻ റെഡിയാണ് റബ്ബേ, എനിക്ക് ബേജാറില്ല, പേടിയില്ല എന്ന് പറയാൻ സാധിച്ചാൽ അൽഹംദുലില്ലാഹ്, നമ്മൾ വിജയിച്ചു, നമ്മൾ രക്ഷപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായി ചിന്തിക്കണം. കാരണം ഒരു വിശ്വാസിക്ക് അവന്റെ മരണം എന്ന് പറഞ്ഞാൽ അത് ആശ്വാസമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണം ഒരു പ്രയാസമല്ല, ആശ്വാസമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. കാരണം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കേട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം. ആ മരണത്തിന്റെ ചിന്തകളും ആ ഒരു സമയത്തുണ്ടായ പ്രവാചകന്റെ പ്രയാസങ്ങളും ഒക്കെ നമ്മൾ കേട്ടതാണ്. ആ സന്ദർഭത്തിൽ പോലും ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രവാചകനിലേക്ക് വന്നുകൊണ്ട് പറയുന്നുണ്ട്, വാ കർബ, വാ കർബ അബാ, എന്റെ ഉപ്പ, നിങ്ങൾ എന്തിനാണ് ഉപ്പ പ്രയാസപ്പെടുന്നത്? വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ടല്ലോ എന്റെ ഉപ്പ, വേദന കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നുണ്ടല്ലോ എന്ന് റസൂലുള്ളാഹിയോട് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത്, ലൈസ അലാ അബീകി കർബുൻ ബഅദൽ യൗം, പൊന്നുമകളെ ഫാത്തിമ, നീ പേടിക്കണ്ട, ഈ പ്രയാസം മരണത്തിന്റെ വേദന കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങളാണ്.
ഇന്നത്തെ ഈ വേദന കഴിഞ്ഞാൽ നിന്റെ ഉപ്പക്കിനി വേദനയില്ലട്ടോ, നിന്റെ ഉപ്പക്കിനി പ്രയാസങ്ങളില്ലട്ടോ, നിന്റെ ഉപ്പക്ക് പ്രയാസങ്ങളില്ല, വേദനയില്ല, സന്തോഷമാണ്, സമാധാനമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മകളോട് പറഞ്ഞു എന്നത് ചരിത്രമാണെങ്കിൽ, പ്രവാചകന്റെ ഹദീസാണെങ്കിൽ, സഹോദരന്മാരെ, നമുക്കും പറയാൻ സാധിക്കുമോ അങ്ങനെ ഒരു വർത്തമാനം? നമുക്ക് എപ്പോഴെങ്കിലും പറയാൻ കഴിയുമോ എന്റെ മരണം എന്നിലേക്ക് വന്നാൽ എനിക്ക് പ്രയാസമില്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ, കാരണം ഇത് കഴിഞ്ഞാൽ എനിക്ക് സമാധാനമാണ് എന്ന് നമുക്ക് ചിന്തിക്കാനും പറയാനും കഴിയണം. അവിടെയാണ് ഒരു വിശ്വാസിയുടെ വിജയം. കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് അദ്ദുന്യാ സിജ്നുൻ വൽ മുഅ്മിനു വജന്നത്തുൻ വൽ അദ്ദുന്യാ സിജ്നുൽ മുഅ്മിൻ. ദുനിയാവിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു തടവറയിൽ അകപ്പെട്ട കുറ്റവാളിയെ പോലെയാണ് ഒരു വിശ്വാസിയുടെ ജീവിതം. അതേപോലെ തന്നെ ഈ ദുനിയാവ് അതൊരു സ്വർഗമാണ് കാഫിറിന് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അള്ളാഹുവിന്റെ യഥാർത്ഥ ഒരു അടിമയായി നമ്മൾ ജീവിക്കണം. അങ്ങനെ യഥാർത്ഥ അടിമയായി ജീവിക്കുമ്പോ മരണഭയം ഉണ്ടാവുകയില്ല അവർക്ക്, മരണത്തെ സംബന്ധിച്ച് പേടി ഉണ്ടാവുകയില്ല അവർക്ക്. കാരണം ഏത് സമയത്തും അവൻ തയ്യാറാണ്. ഞാൻ അള്ളാഹുവിന്റെ അടിമയായിക്കൊണ്ട് കൃത്യമായ ജീവിതം കാത്തു സൂക്ഷിക്കുന്നവനാണ്, അത് ഏത് സാഹചര്യത്തിലും. സഹോദരന്മാരെ, നമ്മൾ പല ആളുകളും കൂടെയും കൂട്ടുകാരന്മാരുടെ ടൂർ പോകാറുണ്ട്. ആ ടൂർ പോകുമ്പോ നമ്മളെങ്ങാനും ആ ടൂറിന്റെ ഇടയിൽ പറയണേ ളുഹറിന്റെ സമയമാകുമ്പോ നമ്മൾ യാത്രയിലാണ്, ഒന്ന് ളുഹറും അസ്റും ജമ്മും കസറായി നിസ്കരിക്കാട്ടോ എന്നെങ്ങാനും പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നീട് ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് പറഞ്ഞ അന്ന് മുതൽ തുടങ്ങും അവരെ കളിയാക്കാൻ. പള്ളി മെമ്പറിലെ കുത്തുബ കഴിഞ്ഞ് രണ്ടാം കുത്തുബയും കാറിനകത്താണോ ഈ ടൂറിന്റെ ഇടയിലാണോ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിന്റെ വാളിന്റെ ആവശ്യമില്ല, ഇത് അടിച്ചുപൊളിയുടെ നേരമാണ് എന്നുള്ള വർത്തമാനം പറയുന്നവരുണ്ട്. അതേപോലെ തന്നെ മദ്രസയിൽ മക്കളുടെ മീറ്റിങ്ങിന് വരുമ്പോ യുവതികളായിട്ടുള്ള മാതാക്കൾ അവർ പർദ്ദയായിട്ട് ധരിച്ചിട്ടുണ്ടാവുക. അതേപോലെ തന്നെ അവർ പള്ളിയിലേക്ക് ജുമാക്ക് വരുമ്പോ പർദ്ദയായിട്ട് ധരിച്ചിട്ടുണ്ടാവുക. എന്നാൽ തന്റെ കുടുംബക്കാരുടെ ആവശ്യങ്ങൾക്ക് പോകുമ്പോ, കല്യാണ വിരുന്നുകൾക്ക് പോകുമ്പോ അവിടെ കൊണ്ടുപോകാൻ ഒരു പർദ്ദയില്ലാതെ അല്ലെങ്കിൽ നല്ല ഒരു വസ്ത്രത്തിന്റെ പേരിൽ തന്റെ ഭർത്താവിനോട് പ്രയാസമുണ്ടാക്കുന്ന, അത് വിട്ടുകൊണ്ടുപോകുന്നതോ ശരീരത്തിന്റെ നിർമ്മോളതകൾ കാണുന്ന ഔറത്തുകൾ കൃത്യമായി മറയാത്ത വസ്ത്രം ഇട്ടുകൊണ്ട്, തലമറയാത്ത വസ്ത്രം ഇട്ടുകൊണ്ടാണ് പോകുന്നത് എങ്കിൽ സഹോദരന്മാരെ, ആരെ കാണിക്കാനാണ് നമ്മൾ ചെയ്യുന്നത്? നാട്ടുകാരെ കാണിക്കാനോ? മറ്റുള്ളവരിൽ നിന്ന് ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടുവാനോ? റബ്ബിന്റെ കൃത്യമായ സർട്ടിഫിക്കറ്റ് കിട്ടാതെ ഇവിടെ നിന്ന് സമാധാനത്തോടു കൂടി പോകാൻ ആരും വിചാരിക്കണ്ട. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ നന്മ ചെയ്താൽ, ഏതെങ്കിലും എല്ലാ സ്ഥലത്തും പറതയിട്ട് പോകുന്ന, ശരീരങ്ങൾ മറച്ചുകൊണ്ടു പോകുന്ന, തന്റെ ഔറത്തുകൾ തന്റെ ഭർത്താവിനെല്ലാതെ മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കില്ല എന്ന് തീരുമാനിച്ച ഒരു പെണ്ണുണ്ടെങ്കിൽ അവളെ കളിയാക്കാൻ 100 നാവുകൾ ഉണ്ടാകും, അവളെ പ്രയാസപ്പെടുത്താൻ 100 വർത്തമാനങ്ങൾ ഉണ്ടാകും. ഇപ്പോഴും ചോദിക്കുന്നുണ്ട്, പതിറ്റാണ്ടുകൾ കഴിഞ്ഞു പ്രവാചകൻ അല്ലെങ്കിൽ നീ ഇപ്പോഴും പണ്ടത്തെ നൂറ്റാണ്ടിലാണല്ലേ, നീ ഇപ്പോഴും വണ്ടി കയറിയിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് നമ്മളോട്. അവരോട് പറയാനുള്ളത്, നമുക്ക് പേടിയുണ്ട്. എന്തിനെ? റബ്ബിന്റെ ശിക്ഷയെ, അള്ളാഹുവിന്റെ നരകത്തെ, അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നതാണ് നമുക്ക് അവരോട് പറയാനുള്ള മറുപടി. ഇനിയും ചില ആളുകളുണ്ട്, വാഹനമെടുക്കും. അതെങ്ങനെയാണ്? തന്റെ കയ്യിലുള്ള മുഴുവൻ പണമുണ്ടെങ്കിലും അത് കുറച്ചു കൊണ്ടുപോയി ബാങ്കിലിട്ട് അതിൽ നിന്ന് കുറച്ചു കൊണ്ടുപോയി തന്റെ ആദ്യത്തെ EMI അടക്കും. ലോൺ എടുക്കുന്ന ആളുകൾ, മുസ്ലിം നാമധാരികളായ ആളുകൾ വരെ ചോദിക്കുന്നത്, 10 ലക്ഷം കയ്യിലുണ്ടെങ്കിൽ നിനക്കൊരു 15ന്റെ വണ്ടി എടുത്തൂടെ? കാരണം എന്താ? ബാക്കി 5 അടവിടാലോ. മുസ്ലിമീങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്, എന്റെ സമുദായമേ, നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു അള്ളാഹുവിന്റെ കീഴിൽ നിൽക്കുന്ന ആളുകൾ വീട് വെക്കുമ്പോ ലോൺ എടുത്ത് വീട് വെച്ചാൽ അതൊരു കുഴപ്പമില്ല എന്ന് പറയുന്ന ആളുകൾ, അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് വീട്, ആ വീട് വെക്കുന്നത് റബ്ബ് പറയുന്നതാണ് പലിശയുടെ ഇടപാടുകൾ നിനക്ക് ഖൈറില്ല കേട്ടോ വിശ്വാസികളെ, മുസ്ലിമീങ്ങളെ, വിശ്വാസികളെ, മനുഷ്യരെ, നിങ്ങൾക്ക് ഖൈറില്ലാത്ത പണമാണ് പലിശയുടെ ഇടപാടുകൾ. അതിൽ നിന്ന് മുക്തമായിട്ടേ നിങ്ങൾക്ക് ഖൈറുണ്ടാവുള്ളൂ. എന്നാൽ വീട് വെക്കാനും വാഹനം മേടിക്കാനും മറ്റു ചില സാധനങ്ങൾ മേടിക്കുവാനും അതിന് ലോൺ വെക്കുന്ന, അതിൽ പലിശ ഇടപാടുകൾ നടത്തുന്ന ആളുകളായി മാറുന്നുവെങ്കിൽ സഹോദരന്മാരെ, മുസ്ലിമീങ്ങളെ, നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ലോൺ എടുക്കാതെ എങ്ങാനും
വീട് വെക്കുമ്പോ ഉള്ളത് കൊണ്ട് എപ്പോഴാണോ കയ്യിലൊതുങ്ങുന്നത് അപ്പോൾ ഓരോന്നായി ചെയ്യുന്ന ആളുകളെ കാണുമ്പോ പലർക്കും വല്ലാത്ത പ്രയാസമാണ്. നിനക്ക് ലോൺ എടുത്തുകൂടെ? ചോദിക്കുന്ന ചോദ്യങ്ങളാണ് പല രീതിയിലുള്ള ചോദ്യങ്ങൾ, പലതും അഭിമുഖീകരിക്കേണ്ടി വരും. അക്കാരണം കൊണ്ടാണ് റസൂൽ പറഞ്ഞത് അദ്ദുന്യാ സിജ്നുൽ മുഅ്മിൻ. ഒരു വിശ്വാസിക്ക് ദുനിയാവ് എന്ന് പറഞ്ഞാൽ അതൊരു തടവറയാണ്. പല രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. വാക്കാലും പ്രവൃത്തിയാലുമുള്ള പീഡനങ്ങൾ ഏൽക്കേണ്ടി വരും. അങ്ങനെയാണ് ഒരു യഥാർത്ഥ വിശ്വാസി ജീവിക്കുമ്പോൾ പല നിലക്കുമുള്ള പ്രയാസങ്ങളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും കുത്തുവാക്കുകളും പ്രലോഭനങ്ങളും ഒക്കെയും ഉണ്ടാകുമ്പോഴും അതിലൊക്കെയും മാറി നിന്ന് ഒരു വിശ്വാസിയുടെ ജീവിതം സൽപാന്താവിലൂടെ നയിക്കാൻ അവനെ പ്രേരിപ്പിക്കുന്നത് ഒന്നേ ഒരു കാര്യമേ ഉള്ളൂ. അതെന്താണ്? വിശുദ്ധ ഖുർആൻ സൂറത്തുൽ നിസായിലെ 173-ാമത്തെ വചനം അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു പറയുന്നത് ഫഅമ്മല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി ഫയുവഫീഹിം ഉജൂറഹും വയസീദഹും മിൻ ഫദ്ലിഹി. അല്ലാഹു പറയുന്ന വളരെ ഗൗരവപ്പെട്ട കാര്യമാണ്. വിശ്വാസികളെ ഫഅമ്മല്ലദീന ആമനൂ, എന്നാൽ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ആളുകൾ, വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ അതേപ്രകാരം ചെയ്യുന്നവർ, ഫയുവഫീഹിം ഉജൂറഹും, അവരുടെ പ്രതിഫലങ്ങൾ ഇവിടെയല്ല കേട്ടോ, ഫയുവഫീഹിം, അവർക്ക് അല്ലാഹു പരിപൂർണമായും പ്രതിഫലങ്ങൾ നൽകുന്നതാണ്. എവിടെ വെച്ചാണ്? അല്ലാഹുവിന്റെ പരലോകത്തെ. വയസീദുഹും മിൻ ഫദ്ലിഹി, അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് വീണ്ടും അധികമായി റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ. അത് പരലോകത്തേക്ക് റബ്ബ് മാറ്റി വെച്ചിരിക്കുകയാണ്. അത് അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരടിമയ്ക്ക് റബ്ബ് മാറ്റി വെച്ചതാണ്. എന്നാൽ വഅമ്മല്ലദീന ഇസ്തക്ബറൂ വസ്തക്ബറൂ ഫയുഅദ്ദിബുഹും അദാബൻ അലീമാ, അല്ലാഹുവിനെ നിഷേധിച്ചുകൊണ്ട് ജീവിക്കുന്ന, അതേപോലെ തന്നെ കുബ്ർ കാണിക്കുന്ന സത്യനിഷേധികളായ അഹങ്കാരികളായ എല്ലാ ആളുകൾക്കും അല്ലാഹു ഫയുഅദ്ദിബുഹും അദാബൻ അലീമാ, വേദനാജനകമായ ശിക്ഷയാണ് അത്തരക്കാർക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് ആയത്ത് അല്ലാഹു അവസാനിപ്പിക്കുന്നത് വലാ യജിദൂന ലഹും മിൻ ദൂനില്ലാഹി വലിയ്യൻ വലാ നസീറാ, ഒരു സഹായിയെയോ ഒരു കൂട്ടുകാരനെയോ ഒരു ഉറ്റമിത്രത്തെയോ നിനക്ക് നാളെ പരലോകത്ത് കണ്ടെത്താൻ കഴിയില്ലട്ടോ. ഒറ്റക്കായിരിക്കും നീ പരലോകത്ത് വരിക. അല്ലാഹു തന്നെയും അല്ലാഹുവിന്റെ അടിമകളോട് സൂചിപ്പിക്കുകയാണ്, നീ പരലോകത്ത് ഒറ്റക്കായി വരുന്നതാണ്. അന്ന് എന്റെ ചോദ്യങ്ങൾക്ക്, റബ്ബിന്റെ ചോദ്യങ്ങൾ കൃത്യമായ ഉത്തരം നിനക്ക് ഉണ്ടാകണമെങ്കിൽ സ്വാലിഹാത്തുകളും ഈമാനും കൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഒരു വിശ്വാസിക്ക് അവന്റെ മരണം എന്ന് പറയുന്നത് സമാധാനമാണ്. ഏത് സാഹചര്യത്തിലും ഒരു വിശ്വാസിക്ക് അവന്റെ മരണം എന്ന് പറയുന്നത് സമാധാനമാണ്. മഹാനായ സ്വഹാബി അലി റളിയല്ലാഹു അൻഹു, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു നാമമാണ്. പ്രവാചകന്റെ മരുമകനാണ്. ഇസ്ലാമിക ലോകത്തെ 4ാമത്തെ ഖലീഫയായി അറിയപ്പെടുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, 2 സഹാബിമാരുടെയും പ്രവാചകന്റെ പേരമക്കളുടെ ഉപ്പയാണ്. അദ്ദേഹത്തിന്റെ മരണം ചരിത്രത്തിൽ തുല്യതയില്ലാത്ത രൂപത്തിൽ രേഖപ്പെടുത്തപ്പെട്ട മരണമാണ് അദ്ദേഹത്തിന്റെ മരണം. ഇബ്നു മുൽജിം എന്ന് പറയുന്ന ഒരു അഗ്നി ആരാധകൻ, ഹറൂറികളിൽ പെടുന്ന ഒരു അഗ്നി ആരാധകൻ, അദ്ദേഹത്തെ സുബഹി നമസ്കാരിക്കുന്ന സമയത്ത് വയറ്റത്ത് കുത്തി, കടാര കൊണ്ട് കുത്തി വല്ലാത്ത രൂപത്തിൽ മുറിവുണ്ടാക്കി. ആ മുറിവിന്റെ ആ കാലത്താൽ ആ മുറിവ് വലുതാവുകയും അവിടെ നിന്ന് വയറ്റിൽ നിന്ന് അദ്ദേഹത്തിന്റെ കുടൽമാലകൾ പുറത്തേക്ക് ചാടി. അദ്ദേഹം ബോധം കെട്ട് വീണു. അത് കുറച്ചു കഴിഞ്ഞ് അദ്ദേഹത്തിന് ബോധം വന്നു. അലി റളിയല്ലാഹു അൻഹു ബോധത്തിൽ നിന്ന് അത് ബോധക്ഷയമായി അദ്ദേഹം എഴുന്നേറ്റിരുന്നുകൊണ്ട് തന്റെ കുടൽമാലകൾ വയറിനോട് ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു, നജാ അലിയുൻ, നജാ അലിയുൻ, നജാ അലിയുൻ, അലീല വിജയിച്ചിരിക്കുന്നു. ഇനി ഒരു ആക്ഷേപകന്റെ ആക്ഷേപവും ഇനി കേൾക്കേണ്ടതില്ല, ഒരു പരിഹാസവാക്കുകളും ഞാൻ ഇനി കേൾക്കേണ്ടതില്ല. കാരണം എന്റെ നജാ അലിയുൻ, അലീല വിജയിച്ചിരിക്കുന്നു. എനിക്ക് വേണ്ടി റബ്ബ് തയ്യാറാക്കി വെച്ചിട്ടുള്ള, എനിക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ള അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഹൗദുൽ കൗസറിന്റെ വെള്ളത്തേക്ക്, അതിന്റെ ആ ഒരു ഹൗദുൽ കൗസറിന്റെ ഓരത്തേക്ക് ഈ അലീല പുറപ്പെടുകയാണ്. അല്ലാഹു വലത് കൈകളിലേക്ക് രേഖ നൽകുമ്പോ അത് ഏറ്റുവാങ്ങാൻ വേണ്ടി അലി പുറപ്പെടുകയാണ്. അല്ലാഹുവിന്റെ അർശിന്റെ തണലിന്റെ കീഴിൽ നിൽക്കാൻ
ചെയ്യാൻ ഈ അലി പുറപ്പെടുകയാണ്. മാത്രവുമല്ല അദ്ദേഹം പറയുകയാണ്, പ്രവാചകനെ നേരിൽ കാണാൻ എനിക്ക് കൊതിയുണ്ട്, ആ പ്രവാചകനെ കാണാൻ വേണ്ടി ഞാൻ പുറപ്പെടുകയാണ്. അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ അനുഭൂതികൾ എനിക്ക് ഖബറിൽ കിട്ടുമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, അതിലേക്ക് ഞാൻ പുറപ്പെടുകയാണ് എന്ന് അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മരണ സന്ദർഭത്തിൽ പറഞ്ഞു എന്നത് ചരിത്രമാണ്. നമുക്ക് പറയാൻ കഴിയുമോ സഹോദരന്മാരെ, എന്റെ മരണത്തിന്റെ സമയത്ത് അല്ലാഹുവിന്റെ അർശിലേക്ക് ഞാൻ പുറപ്പെടുകയാണ്, അർശിന്റെ താഴെ ആ തണൽ നിൽക്കാൻ കൊതിയുണ്ട്, ഞാൻ അതിലേക്ക് പോവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഹൗദുൽ കൗസറിന്റെ മുന്നിൽ അവിടെ ചെന്ന് നിന്നാൽ റസൂലുള്ളാഹിന്റെ കൈ കൊണ്ട് ഹൗദുൽ കൗസറിൽ നിന്ന് ഒരു കോപ്പ വെള്ളം എനിക്ക് കിട്ടും, അത് കുടിക്കാൻ എനിക്ക് ദാഹമുണ്ട്, അതിലേക്ക് ഞാൻ പുറപ്പെടുകയാണെന്ന് പറയാൻ എനിക്ക് കഴിയുമോ, നമുക്ക് കഴിയുമോ? നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് ഏത് സമയത്തും തയ്യാറെടുക്കുക. നമ്മൾ അല്ലാഹുവിന്റെ വിജയത്തിന് വേണ്ടി, റബ്ബിന്റെ ആ ഒരു സ്വർഗത്തിന്റെ ആ ലഭ്യതയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി തയ്യാറെടുക്കുക. കാരണം പ്രവാചകനും പരിശുദ്ധ ഖുർആനും പറഞ്ഞതെന്താ? ഒരു വിശ്വാസി അവന്റെ മരണസമയത്ത് കേൾക്കുന്ന സന്തോഷ വർത്തമാനങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, അല്ലാഹുവിന്റെ തൃപ്തിയിലേക്ക്, റബ്ബിന്റെ സമാധാനത്തിലേക്ക് നീ മടങ്ങിക്കൊള്ളുക. എന്റെ അടിയാറുകൾ, എന്റെ അടിമകൾ പ്രവേശിക്കുന്നതിലേക്ക് നീ പ്രവേശിച്ചുകൊള്ളുക. ആ എന്റെ അടിമകൾ പ്രവേശിക്കുന്ന സ്ഥാനം അത് അല്ലാഹുവിന്റെ സ്വർഗ്ഗമാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വാചകം മലായിക്കത്തുകളിൽ നിന്ന് നമ്മുടെ മരണസമയത്ത് കേൾക്കാൻ ഭാഗ്യമുള്ളവരാണോ കൂട്ടരെ? നമ്മൾ ആലോചിച്ച് നോക്കുക. ഇത്രയും കാലം നമ്മൾ ജീവിച്ച ജീവിതത്തിൽ, ഇത്രയും കാലം നമ്മൾ അല്ലാഹുവിന് വേണ്ടി അല്ലെങ്കിൽ മുസ്ലിമായി ജീവിച്ചിട്ട് എന്റെ മരണസമയത്ത് ഈ ഒരു സമാധാന വർത്തമാനം, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക്, റബ്ബിന്റെ റിളയിലേക്ക്, തൃപ്തിയിലേക്ക് മടങ്ങ് എന്ന് മലായിക്കത്തുകൾ പറയുന്ന സന്തോഷവാർത്ത അറിയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉണ്ടാകുമോ എന്ന കാര്യം നിങ്ങൾ ആലോചിക്കും. ആത്മാർത്ഥമായി ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കും. കാരണം ഇത് അവനവനെ പറ്റിയുള്ള കാര്യമാണ്, തൊട്ടടുത്തിരിക്കുന്നവനെ പറ്റിയുള്ള ചർച്ചയേ ഇല്ല. പക്ഷേ നമ്മൾ ചർച്ച ചെയ്യുന്നത് മറ്റുള്ളവരെ പറ്റിയാണ്. അവന്റെ അവസ്ഥ എന്താണ്, അവൻ പോക്കാണ്, അവന്റെ കാര്യം എന്താണ്, അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്. പക്ഷേ എന്നു മുതൽ ഞാൻ എങ്ങനെയാണ് എന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങുന്നുവോ അന്നേ നമുക്ക് വിജയമുണ്ടാവും. അതുകൊണ്ട് ആത്മാർത്ഥമായി കൊണ്ട് കേൾക്കുന്ന റബ്ബിനോട്. കാരണം വിശ്വാസികളെ റബ്ബ് ക്ഷണിക്കുന്നത് അല്ലാഹുവിന്റെ പാപമോചനത്തിലേക്കാണ്. റബ്ബ് ക്ഷണിക്കുകയാണ്, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്കും റബ്ബിന്റെ പാപമോചനത്തിലേക്കും റബ്ബ് നിന്നെ ക്ഷണിക്കുകയാണ്. കാരണം അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ വിശാലതയെ സംബന്ധിച്ച് റബ്ബ് പറയുന്നത് ആകാശഭൂമികളെക്കാളും വിശാലമാണ് സ്വർഗം. അത് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളതാണ്. തഖ്വയുള്ള അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് വേണ്ടി റബ്ബ് തയ്യാറാക്കി വെച്ചിട്ടുള്ളതാണ് സ്വർഗം. ആ സ്വർഗത്തിലേക്ക് റബ്ബ് നമ്മളെ ക്ഷണിക്കണേ. ആകാശഭൂമികളെക്കാളും വിശാലമായ സ്വർഗം, അനുഗ്രഹങ്ങളുടെ കലവറയായ സ്വർഗം, ഒരിക്കലും നിന്നു പോകാത്ത ജീവിതമുള്ള, ഇവിടെ മാത്രമല്ല നാളെ പരലോകത്ത് എക്കാലം അത്രയും ഒരിക്കലും മരണമില്ലാത്ത രൂപത്തിൽ നിലക്കാത്ത അനുഗ്രഹങ്ങളുടെ കലവറയാണ് സ്വർഗമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ആ സ്വർഗത്തിലേക്കാണ് കൂട്ടരെ നമ്മൾ ക്ഷണിക്കുന്നത്. അതിൽ നിന്ന് തിരസ്കരിച്ചുകൊണ്ട് തെന്നിപ്പോകുന്നവരായി നമ്മൾ മാറാൻ പാടില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതുപോലെ ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, നമ്മൾ പ്രഖ്യാപിക്കേണ്ട ആളുകളാണ്, നമ്മൾ ഉറക്കെ പറയേണ്ടവരാണ്. എന്താണ് പറയേണ്ടത്? റബ്ബുനല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണ്, എന്റെ രക്ഷിതാവ് അല്ലാഹുവാണ് എന്ന് പറയുമ്പോൾ റളീതു ബില്ലാഹി റബ്ബാ, ഞാൻ എന്റെ റബ്ബിനെ അല്ലാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബിൽ ഇസ്ലാമി ദീനൻ, എന്റെ മതം ഇസ്ലാമാണ്. ആ ഇസ്ലാമിൽ രണ്ട് ആഘോഷങ്ങളേ ഉള്ളൂ, അതല്ലാത്ത ആഘോഷങ്ങൾ എനിക്കില്ല. അതേപോലെ തന്നെ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ, എന്റെ പ്രവാചകൻ അത് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകനാണ് എന്റെ മാതൃക, ആ പ്രവാചകനാണ് എന്റെ റോൾ മോഡൽ, ആ പ്രവാചകനാണ് എന്നെല്ലാം പഠിപ്പിച്ചത്. അതേ ഞാൻ അനുസരിക്കൂ എന്ന് കൃത്യമായി പ്രഖ്യാപിക്കലാണ്. അതാണ് റബ്ബുനല്ലാഹ്,
അതേപോലെ തന്നെ അതിൽ അടിയുറച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് നിലകൊള്ളുകയും വേണം. എങ്കിൽ അല്ലാഹു പറഞ്ഞു നീ അങ്ങനെയുള്ളവരാണെങ്കിൽ നീ പേടിക്കണ്ടോ. ഒരു ബേജാറും വേണ്ട, ഒരു പേടിയും വേണ്ട. ഒരിടങ്ങേറും നിനക്കുണ്ടാവില്ല. മരണം എന്നത് വിശ്വാസിക്ക് സമാധാനമാണ്. അത് അള്ളാഹുവിന്റെ ഖുർആനും പ്രവാചക ചരിത്രവും പഠിപ്പിക്കുന്നതാണ്. അങ്ങനെ അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത്ര ഗൗരവത്തിലാണ് അള്ളാഹു അക്കാര്യം തന്നെ ഓർമ്മപ്പെടുത്തുന്നത്. എന്നാൽ കാഫിറുകളെ സംബന്ധിച്ചോ അള്ളാഹു പറഞ്ഞു നേരെ അതിന്റെ ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ മതി. അള്ളാഹുവിന്റെ ഖുർആനും പ്രവാചക ചരിത്രവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വല്ലാത്ത പേടിയായിരിക്കും മരണത്തെ പറ്റി. മറ്റുള്ളവരുടെ മരണത്തിലൊക്കെ നമ്മൾ പങ്കെടുത്തിട്ടുണ്ടാവും. പക്ഷേ കാഫിരീങ്ങളുടെ വേദാണെന്താ? അവനവനെ പറ്റി ആലോചിക്കുകയില്ല. എന്റെ മരണമാവും അതെനിക്ക് ആലോചിക്കാനേ വയ്യ. കാരണം ഞാൻ മരണപ്പെട്ടാൽ എന്റെ അവസ്ഥ എന്താണ് എന്ന് നല്ലപോലെ മറ്റവളരെക്കാളും അറിയുന്നവൻ ഞാനാണ്. അതുകൊണ്ട് നമ്മുടെ മരണത്തെ പറ്റി ചിന്തിക്കുക, അതിനൊരുങ്ങുക നമ്മൾ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അഹങ്കാരം കൊണ്ട് തോന്നിവാസത്തിൽ മുഴുകിയ ആളുകളെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് എന്താ? വഇദാ തുത്ലാ അലൈഹി ആയാതുനാ, അല്ലാഹു പറയുന്നത് എന്റെ ദൃഷ്ടാന്തങ്ങൾ അവരെ ഓതി കേൾപ്പിച്ചു കൊടുത്താൽ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, ഇത് കാഫിരീങ്ങളോട് പറയുന്ന വർത്തമാനമല്ല, ഇത് മുശ്രിക്കുകളോട് പറയുന്ന വർത്തമാനമല്ല, മറിച്ച് വിശ്വാസികളോട്, മുസ്ലിമീങ്ങളോട്, ഖുർആൻ ഓതുന്നവരോട്, പ്രവാചക ചര്യ പഠിക്കുന്നവരോട്, ഞാനൊരു മുസ്ലിമാണെന്ന് പറഞ്ഞുകൊണ്ട് വെള്ളിയാഴ്ചകളിലും നമസ്കാരത്തിന് പള്ളിയിലും കയറുന്ന ആളുകളോട് റബ്ബിന്റെ താക്കീതാണ്. എന്റെ ആയാത്തുകൾ അവനെ ഓടിക്കേൽപ്പിച്ചു കൊടുത്താൽ അവിടെ നിന്ന് അവൻ തിരിഞ്ഞു പോകും. എങ്ങനെയാണ്? ഇസ്തിക്ബാർ നടിച്ചുകൊണ്ട്, മുസ്തക്ബിറനായിക്കൊണ്ട്, അഹങ്കാരം നടിച്ചുകൊണ്ട്. അള്ളാന്റെ ആയത്ത് കേൾക്കുമ്പോ അത് കേൾക്കണ്ട അല്ലെ? പലപ്പോഴും നമ്മൾ വാട്സാപ്പിൽ സ്റ്റാറ്റസ് കാണാറുണ്ട്, പല ആളുകളുടെയും സ്റ്റാറ്റസ് കാണാറുണ്ട്. അതിൽ മ്യൂസിക് വെച്ചുകൊണ്ടുള്ള വലിയ നൃത്തങ്ങളും അതേപോലെ തന്നെ പാട്ടുകളുമാണെങ്കിൽ അത് 90 മിനിറ്റ് ഉള്ളതാണെങ്കിലും 30 മിനിറ്റ് ആണെങ്കിലും 1 മിനിറ്റുള്ള വീഡിയോ കട്ട് ചെയ്തിട്ടതാണെങ്കിലും നമ്മളത് പൂർണ്ണമായിട്ട് കാണും. അത് പരിപൂർണമല്ലെങ്കിൽ അയാളോട് ചോദിക്കും, ഒന്ന് സെറ്റ് ചെയ്യോ, പരിപൂർണമായിട്ടൊന്ന് കാണാൻ വേണ്ടി എന്ന് ചോദിക്കും. പക്ഷേ അതിനിടയിൽ ഒരു ആയത്ത് കയറി വന്നാൽ, ഖുർആനിന്റെ ഒരു ഖിറാഅത്ത് കേൾക്കാൻ തുടങ്ങിയാൽ ഒരൊറ്റ ക്ലിക്കാണ്, അത് സ്കിപ്പ് ചെയ്യും. കാരണം എന്താ? നേരില്ല നമുക്ക് ഖുർആൻ കേൾക്കാൻ. അള്ളാന്റെ ഖുർആൻ കേൾക്കാൻ നേരമില്ലാത്തവരെ റബ്ബ് വിളിക്കുന്നത് അള്ളാന്റെ ആയത്ത് കേട്ടിട്ട് തിരിഞ്ഞു കളയുന്നവരാണോ നമ്മൾ? റബ്ബിന്റെ കൃത്യമായ ചോദ്യമാണ്. അവനത് കേൾക്കാത്ത പോലെ നടിക്കുകയാണ്. അവന്റെ ചെവിയിൽ എന്തോ ഒരു ആവരണം വെച്ച് അവൻ മൂടിയിരിക്കുകയാണ്. റബ്ബിന്റെ ഖുർആൻ കേൾക്കുമ്പോ റബ്ബ് പറഞ്ഞു, അവനെ നീ സന്തോഷ വാർത്ത അറിയിക്കണം. അള്ളാഹുവിന്റെ വേദനയേറിയ ശിക്ഷയുണ്ട് കേട്ടോ. ഇതൊക്കെ മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് റബ്ബിന്റെ പ്രവാചകൻ അനുസരിക്കാത്ത രൂപത്തിൽ കോളിനിട്ട് നടക്കാനും അള്ളാഹുവിന്റെ പ്രവാചകന്റെ അധ്യാപനങ്ങളിൽ നിന്ന് മാറിപ്പോകാനുമാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ നീ അഹങ്കാരിയാണ്. നിന്റെ അഹങ്കാരം കൊണ്ട് നീ നരകത്തിലായിരിക്കും, റബ്ബിന്റെ വേദനാജനകമായ ശിക്ഷയിലായിരിക്കും നീ ചെന്ന് ചേരുക എന്നതാണ് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് വിഷയം വളരെ ഗൗരവമാണ് സഹോദരന്മാരെ. അവനവനെ പറ്റി ഒന്ന് ചിന്തിക്കുക. ഈ സന്ദർഭത്തിൽ എന്റെ മരണം എന്നിലേക്ക് വന്നാൽ എന്റെ അവസ്ഥ എന്തായിരിക്കും? ആത്മാർത്ഥമായിട്ടൊന്ന് പരിശോധിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. സത്യവിശ്വാസികളെ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് നടത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന തഖ്വയുള്ള ഈമാനുള്ളവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
അല്ലാഹുവിന്റെ യഥാർത്ഥ അടിമകൾ. ആ അടിമകളുടെ കൂട്ടത്തിൽ നമ്മളുണ്ടോ? മരിക്കുന്ന സമയത്ത് റബ്ബിന്റെ സ്വർഗത്തിന്റെ അവകാശികളാകാൻ നമുക്ക് സാധിക്കുമോ എന്നതാണ് നമ്മൾ കുറച്ചു നേരം സംസാരിച്ചത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ത്വാഹ 124 മുതൽ 127 വരെയുള്ള 4 വചനങ്ങൾ നമ്മൾ ഓരോരുത്തരും കുത്തുബ കഴിഞ്ഞാലും ഒന്നെടുത്ത് മനസ്സിരുത്തി ഓതേണ്ടുന്ന, വായിക്കേണ്ടുന്ന, അർത്ഥം പഠിക്കേണ്ടുന്ന ആയത്തുകളാണ്. കാരണം അല്ലാഹു പറയുന്നത് وَمَنْ أَعْرَضَ عَنْ ذِكْرِي فَإِنَّ لَهُ مَعِيشَةً ضَنكًا وَنَحْشُرُهُ يَوْمَ الْقِيَامَةِ أَعْمَى قَالَ رَبِّ لِمَ حَشَرْتَنِي أَعْمَى وَقَدْ كُنْتُ بَصِيرًا قَالَ كَذَلِكَ أَتَتْكَ آيَاتُنَا فَنَسِيتَهَا وَكَذَلِكَ الْيَوْمَ تُنْسَى وَكَذَلِكَ نَجْزِي مَنْ أَسْرَفَ وَلَمْ يُؤْمِنْ بِآيَاتِ رَبِّهِ وَلَعَذَابُ الْآخِرَةِ أَشَدُّ وَأَبْقَى. അല്ലാഹു വളരെ സുന്ദരമായ രീതിയിൽ നാളെ മരണത്തിന് ശേഷം നടക്കാനുള്ള ചില ഘട്ടങ്ങളെ സംബന്ധിച്ച്, കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു പറയുന്നത് എന്റെ ഉത്ബോധനം ഒരാൾക്ക് കിട്ടിയിട്ട് ഖുർആനും സുന്നത്തും കൃത്യമായി മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ട് അതിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരാരാണോ അവനിക്ക് കുടുസായ വളരെ പ്രയാസം നിറഞ്ഞ ഒരു അവസ്ഥ ഉണ്ടാകാനുണ്ട്, ജീവിതം ഉണ്ടാകും. നാളെ പരലോകത്ത് അവനെ അല്ലാഹു ഒരുമിച്ച് കൂട്ടുക അന്ധനായ നിലയിലായിരിക്കും. ആ സമയത്ത് അവൻ റബ്ബിനോട് ചോദിക്കുകയാണ്, എന്താ റബ്ബേ എന്റെ കണ്ണ് കാണാത്തത്? എനിക്ക് ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് എന്റെ കണ്ണ് നല്ല പെർഫെക്റ്റ് ആയിരുന്നത് റബ്ബേ, എല്ലാം കാണാവുന്ന രീതിയിലായിരുന്നു എന്റെ കണ്ണുകൾ ഉണ്ടായിരുന്നത്. ഇപ്പൊ എന്താ എന്റെ കണ്ണ് കാണാത്തത്? ആ സമയത്ത് റബ്ബ് പറയുകയാണ്, അപ്രകാരമായിരുന്നു എന്റെ അടുക്കൽ നിന്ന് നിനക്ക് ഓരോ ആയാത്തുകളും വന്നു ചേർന്നു, പക്ഷേ നീ മറന്നു കളഞ്ഞു, വിസ്മരിച്ചു കളഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇന്ന് നിന്നെ മറന്നിരിക്കുകയാണ്. ഇന്ന് എനിക്ക് നിന്നെ പറ്റി ഒരു ചിന്തയുമില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് നിന്നെ മറന്നവരാണ്. അപ്രകാരമാണ് അല്ലാഹുവിന്റെ ദീനിൽ അതിര് കടന്ന ആളുകളും മുസ്ലിമാണെന്ന് പറഞ്ഞ് ഇസ്ലാമിൻ്റെതായ ഒരു അടയാളങ്ങളും ജീവിതത്തിൽ ഇല്ലാതെ തനിത്തോന്നിവാസത്തിലും അഹങ്കാരത്തിലും നടിച്ചുകൊണ്ട് നടന്ന ആളുകൾക്ക്, അള്ളാഹുവിന്റെ ആയാത്തുകളെ വിശ്വസിക്കാത്ത ആളുകൾക്ക് അവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷ അങ്ങനെയായിരിക്കും. നാളെ പരലോകത്തുള്ള ശിക്ഷ അങ്ങേയറ്റം കഠിനവും വളരെ വേദനാജനകവുമായിരിക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മോട് സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഗൗരവമേറിയ വാക്കുകളാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് സൂചിപ്പിക്കുന്നത്. നമ്മൾ മറക്കരുത്, അല്ലാഹുവിന്റെ ആയാത്തുകൾ അത് നമ്മൾ കൃത്യമായി പഠിച്ചവരാണ്, മനസ്സിലാക്കിയവരാണ്. ഒരുപാട് സംരംഭങ്ങളുണ്ട്, QHLS പോലെ, CRE പോലെ മറ്റൊരു പല ആളുകൾക്കും കിട്ടാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അത് ഖുർആൻ പഠിക്കുന്നത് വഴി നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളാണ്. അതിന്റെ സംരംഭങ്ങളിൽ ഒന്ന് മാറി നിന്ന് കളയാതെ അത് പഠിക്കാൻ ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു അരമണിക്കൂറെങ്കിലും ഖുർആൻ പഠിക്കാൻ നമുക്ക് മാറ്റിവെക്കാൻ എന്താണ് സഹോദരന്മാരെ നമുക്ക് പ്രയാസം? പല കാര്യത്തിനും വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നുണ്ട്. നമ്മുടെ പള്ളിയിൽ QHLSന്റെ ക്ലാസ് നടക്കുന്നുണ്ട്. എല്ലാ ചൊവ്വാഴ്ചയും പുരുഷന്മാർക്ക് ഇശാ നമസ്കാരം ശേഷവും എല്ലാ ബുധനാഴ്ചയും സ്ത്രീകൾക്ക് ളുഹർ നമസ്കാരം ശേഷവും ഇവിടെ 2 വ്യത്യസ്ത അധ്യാപകർ ക്ലാസ് എടുക്കുന്നുണ്ട്. ഖുർആൻ പഠിപ്പിക്കാൻ അവരുടെ താല്പര്യം കൊണ്ട് അവർ വരുന്നുണ്ട്. കുറച്ചാളുകൾ അതിൽ സംരംഭത്തിൽ വളരെയേറെ നല്ല രീതിയിൽ മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷേ പല ആളുകളും മടികൊണ്ട് മാറി നിൽക്കുകയാണ്. അവസരങ്ങൾ ഉണ്ടായിട്ട്
അതിൽ നിന്ന് മാറിക്കളഞ്ഞാൽ ഉണ്ടാകുന്ന പരലോകത്തെ അവസ്ഥയെ സംബന്ധിച്ചാണ് അള്ളാഹുലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ അവസരങ്ങൾ വിനിയോഗിക്കുക. ഈ ജീവിതം എപ്പോൾ കഴിയും, ഏത് സന്ദർഭത്തിൽ അവസാനിക്കുമെന്നത് എനിക്കോ നിങ്ങൾക്കോ ഒരൊറപ്പുമില്ലാത്തതാണ്. അതിനു മുന്നേ നമ്മൾ തയ്യാറെടുക്കുക. അവനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന തഖ്വയുള്ള ഈമാനുള്ള കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ